ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ധൈര്യം പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മറുവിൽ തടാകമായി വിരിഞ്ഞു നീ. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മറുവിൽ തടാകമായി വിരിഞ്ഞു നീ. സുരലോകപാത നടന്നു കാട്ടുവാൻ ഒരു ദൈവദൂതനായി അണഞ്ഞു നീ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവ് കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ബഹുമാനപ്പെട്ട അച്ഛ, മാതാപിതാക്കളെ, ടീച്ചേഴ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാരെ, നാം ഈ ജൂലൈ 3-ാം തീയതി ദുഃഖറോണ തിരുനാൾ ആചരിച്ചുവല്ലോ. അതിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഗലീലയിലാണ് തോമാസ് ലീഹ ജനിച്ചത്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് തോമാസ് ലീഹ. ഇദ്ദേഹം യൂദാസ് തോമസ്, മാർത്തോമ, ദിദിമോസ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. യേശുവിൻ്റെ ഊർജ്ജസ്വലനായ ശിഷ്യനായിട്ടാണ് തോമാസ് ലീഹ അറിയപ്പെടുന്നത്. AD 52 നവംബർ 21 തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മുത്തുകുന്നത്തെ മാലിങ്കരയിൽ വന്നിറങ്ങിയത്. അദ്ദേഹം നാട്ടുകാരായ ഹിന്ദുക്കളെയും ജൂതന്മാരെയും മതപരിവർത്തനം നടത്തി ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹം സ്ഥാപിച്ച പള്ളികളാണ് ഏഴര പള്ളികൾ എന്നറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ, പാലയൂർ, കൊക്കമംഗലം, പറവൂർ, നിരണം, കൊല്ലം, നിലയ്ക്കൽ, തിരുവിതാംകൂട് ഇവയാണ് പള്ളികൾ. തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മലയാറ്റൂരിൽ പോകുകയും അവിടെ വെച്ച് ശത്രുക്കൾ കൊല്ലാൻ ശ്രമിക്കുകയും അദ്ദേഹം മലമുകളിൽ കയറി പ്രാർത്ഥിക്കുകയും തൻ്റെ കാൽപാദം പാറയിൽ പതിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ വിശ്വാസത്തോടു കൂടി പാറയിൽ അടിക്കുകയും അവിടെ നിന്ന് വെള്ളം ഒഴുകുകയും അത് കുടിക്കുകയും ചെയ്തു. സെയിൻറ്റ് തോമസ് കുരിശിൻ്റെ ചിഹ്നം പാറയിലുണ്ടാക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതിനെ ചുംബിച്ചപ്പോൾ ആ സ്ഥലത്ത് ഒരു പൊന്നിൻ കുരിശ് ഉയർന്നു വന്നു. അങ്ങനെയാണ് മലയാറ്റൂരിൽ കുരിശുമുടി ഉണ്ടായത്. ഭക്തജനങ്ങൾ പൊന്നിൻ കുരിശ് മുത്തപ്പ, പൊന്മല കയറ്റം എന്ന് പറഞ്ഞ് മല കയറി വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. വരുവിൻ, നമുക്ക് അവനോടൊപ്പം മരിക്കാം എന്നു പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായ ശിഷ്യനാണ് തോമാസ് ലീഹ. ഇത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെയും ഗുരുസ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ്. യേശുവിൻ്റെ ആണിപ്പഴുത്തുകളിൽ തൊടാനും പാർശ്വത്തിൽ കൈവയ്ക്കാനുമുള്ള ഭാഗ്യം തോമാസ് ലീഹയ്ക്ക് മാത്രമാണ് ലഭിച്ചത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി യേശുവിനെ ദൈവമായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ശിഷ്യനാണ് തോമാസ് ലീഹ. ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത്. ഇത് യേശുവിന് തോമാസ് ലീഹായോടുള്ള സ്നേഹത്തെയും കരുതലിനെയും സൂചിപ്പിക്കുന്നു. AD 72 മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം കുത്തേറ്റ് മരിച്ചതായി വിശ്വസിക്കുന്നു. തോമാസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരിലെ സാന്തോം പള്ളിയിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും
ഭൗതികാവശിഷ്ടം സിറിയയിലെ എഡേസയിലേക്കും അവിടെ നിന്ന് ഇറ്റലിയിലെ ഓർത്തോനയിലേക്കും കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ജൂലൈ 3 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജൂലൈ 3 സെയിൻറ് തോമസ് ദിനം അഥവാ ദുക്രോണോ തിരുനാളായി ആചരിക്കുന്നത്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ അനുകരിക്കുവാനും സഭയുടെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Psalm 16. Protect me, O God, for in you I take refuge. I say to the Lord, you are my Lord. I have no good apart from you. As for the holy ones in the land, they are the noble, in whom is all my delight. Those who choose another God multiply their sorrows. Their drink offerings of blood I will not pour out, or take their names upon my lips. The Lord is my chosen portion and my cup. You hold my lot. The boundary lines have fallen for me in pleasant places. I have a goodly heritage. I bless the Lord who gives me counsel. In the night also my heart instructs me. I keep the Lord always before me, because he is at my right hand. I shall not be moved. Therefore my heart is glad and my soul rejoices. My body also rests secure. For you do not give me up to Sheol, or let your faithful one see the pit. You show me the path of life. In your presence there is fullness of joy. In your right hand are pleasures forevermore. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശുവിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ബാറയ്ക്കുമോ. കർത്താവിനാൽ സ്നേഹം നിറഞ്ഞവരെ,
ജൂലൈ മാസം 3-ാം തീയതി ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും നമ്മുടെ കാവൽ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ തിരുനാൾ നാം കൊണ്ടാടുന്നു. ജൂലൈ 15-ാം തീയതി നമ്മുടെ പുണ്യപിതാവായ മാറിവാനിയോസ് മെത്രാപ്പോലീത്തായുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുവാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മകളും തിരുനാളുകളുമൊക്കെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആകുമ്പോൾ ബാഹ്യമായ ആഘോഷങ്ങളും ആചരണങ്ങളും എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും കൂടുതൽ വിശുദ്ധീകരിക്കുന്നതിനുള്ള അവസരമായി ഈ വർഷത്തെ നമ്മുടെ തിരുനാളുകളും ആഘോഷങ്ങളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനുള്ള വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ മാർത്തോമാ ശ്ലീഹായുടെ ജീവിതത്തെ ധ്യാന വിഷയമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ സംസാരിക്കുന്നതായി സുവിശേഷത്തിൽ കാണപ്പെടുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3 അധ്യായങ്ങളിലാണ്. ഒന്നാമതായിട്ട് കാണപ്പെടുന്ന സംഭവം യേശുതമ്പുരാൻ സ്നേഹിച്ചിരുന്ന സ്നേഹിതൻ ലാസറിൻ്റെ രോഗബാധയുമായി ബന്ധപ്പെട്ടാണ്. ലാസർ രോഗബാധിതനായെന്നറിഞ്ഞ് അവനെ സന്ദർശിക്കുവാനായി ഒരുമ്പെടുന്ന യേശുവിനെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് വധിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാരെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. യേശുതമ്പുരാൻ ശിഷ്യന്മാരുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിൽക്കുകയല്ല, മറിച്ച് അവൻ താൻ ആഗ്രഹിച്ച, താൻ സ്നേഹിച്ച ശിഷ്യനെ കാണുവാനായി യാത്ര പുറപ്പെടുന്നു. അപ്പോൾ തോമാസ് ശ്ലീഹ മറ്റു ശിഷ്യന്മാരെ ക്ഷണിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. തോമസ് ശിഷ്യന്മാരോട് പറയുന്നു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന തോമാസ് ശ്ലീഹായെയാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുക. തോമാസ് ശ്ലീഹ സംസാരിക്കുന്നതായി കാണപ്പെടുന്ന 2-ാമത്തെ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ്. തൻ്റെ അന്ത്യ അത്താഴ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി സമീപഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമായി ഹൃദയം പങ്കുവയ്ക്കുമ്പോൾ താൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഭൗതികമായി വിട്ടുപോവുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ തോമാസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്, കർത്താവെ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശുതമ്പുരാൻ്റെ മറുപടി നമുക്ക് വളരെ സുപരിചിതമാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇവിടെ തോമാസ് ശ്ലീഹായിൽ കാണുന്ന ഗുണം ദൈവീക രഹസ്യങ്ങൾക്ക് മുമ്പിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചോദിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കി യേശു തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിക്കുന്ന തോമസിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. 3-ാമത്തെ സംഭവം ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നാം വിചിന്തനം ചെയ്ത വേദഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗം. അവിടെ നമ്മൾ കാണുക, ഉത്ഥിതനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ശ്ലീഹ ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു ശിഷ്യന്മാർ ഉത്ഥിതനെ കണ്ടു എന്നുള്ള വലിയ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ തോമസിന് വ്യക്തിപരമായി അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് അവൻ മറ്റു ശിഷ്യന്മാരോട് പറയുന്നത്, അവൻ്റെ ആണിപ്പാടുകൾ കാണുകയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കരങ്ങൾ വയ്ക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാനിത് വിശ്വസിക്കുകയില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ഉത്ഥിതൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസിനെ അടുത്തേക്ക് വിളിച്ച് തോമസിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ ഉത്ഥിതൻ സാധിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ തോമാസ് ശ്ലീഹ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ.
പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ വിളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് കർത്താവേ, ദൈവമേ എന്ന്. ഇത് പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഉത്ഥിതനായ കർത്താവിനെ കാണുമ്പോൾ തോമാസ് ലീഹായ്ക്ക് പ്രഖ്യാപിക്കാനുള്ളത്, തൻ്റെ പൂർവികർ കർത്താവേ, ദൈവമേ എന്ന് വിളിച്ചവൻ അവനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റു ശിഷ്യ സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത്, തോമാസ് ലീഹ പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ്. നമ്മുടെ പൂർവികർ കർത്താവേ, ദൈവമേ എന്ന് വിളിച്ച, പ്രതീക്ഷയോടെ കാത്തിരുന്ന മിശിഹ ഇവൻ തന്നെയാണ്. അപ്രകാരം ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ രഹസ്യം യേശുവിന് സാക്ഷിയായി ശിഷ്യ സമൂഹത്തിന് മുമ്പിൽ ആദ്യമായിട്ട് മാറുന്നത് മാർ തോമാസ് ലീഹയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നമ്മൾ ആചരിച്ച് ഈ വർഷത്തെ തോമാസ് ലീഹയുടെ പെരുന്നാളിൽ കൂടുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ തോമാസ് ലീഹ 3 വിധത്തിൽ മാതൃകയായിട്ട് നിൽക്കുകയാണ്. ഈ 3 വേദഭാഗങ്ങളിൽ നിന്ന് ഒന്നാമതായി യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ. രണ്ടാമതായി ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, അത് ദൂരീകരിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ. മൂന്നാമതായി യേശു കർത്താവും രക്ഷകനുമാണെന്ന് പ്രഘോഷിക്കാൻ തയ്യാറാകുന്ന ക്രിസ്തു ശിഷ്യൻ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ, ഈ തിരുനാളിൻ്റെ ആചരണത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ ഈ കോവിഡ് കാലത്തെ വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ, അതിനു മുമ്പിൽ തോമാസ് ലീഹ ഇപ്രകാരം നമ്മുടെ മുമ്പിൽ ഒരു മാർഗദീപമായി നിൽക്കുകയാണ്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന് വേണ്ടി മരിക്കാൻ, വിശ്വാസപരമായ സംശയങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ദൂരീകരിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കിയ ദൈവിക രഹസ്യങ്ങളോട് കൂടുതലായി ചേർന്ന് നിൽക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട്, വചനം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് യേശു തമ്പുരാൻ കർത്താവും രക്ഷകനുമാണെന്ന് പ്രഘോഷിക്കുവാൻ തോമസ് ലീഹ ഇന്ന് നമ്മളെ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം, ഏറ്റെടുക്കാം. അപ്രകാരം തോമസ് ലീഹയുടെ മക്കളെന്ന നിലയിൽ ഉത്തമ ക്രിസ്ത്യാനികളായി നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Praise you, O my Lord, for this blessed moment. As we say in Psalm 16, I keep the Lord always before me, because He is at my right hand, I shall not be moved. O my Lord, the world is rattled with the impact of the COVID. There is sadness everywhere. Still, you have protected us. You have saved us from all perils and pandemic. Oh my Lord, kindly protect the world, our church, from this pandemic, as we trust and take refuge in you. Lord, I place my church, all our elders, priests, sisters, Sunday school teachers before you. Oh Lord, we place our schools, our school teachers, our friends, the doctors, nurses, the people who are leading the country, all who are working hard to keep the country safe and healthy. Oh Lord, please give them strength and shower your blessings on them. In your presence there is fullness and joy. In your right hand there is pleasure and life for more. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. തന്റെ മോദത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന
ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്മോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്രനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്നുള്ള ആശ്രയത്തോടുകൂടെ മരിച്ച് നിന്റെ വരവനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായ അട്ടസിക്കുമാറാകണമേ. ആമീൻ. മൊറാനേശു മിശിഹാ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവെ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ ഇടക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. കർത്താവെ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയേച്ചരുളണമേ. നിന്നറിയ നലവും അനുഗ്രഹവും. നിദ്ര വെടിഞ്ഞിട്ടുണർകൊടു ഞാൻ നിൻ മുൻപിൽ കാറാകണമേ. വീണ്ടും ഉറങ്ങുവതിൻ പാപം തീണ്ടുകയും ചെയ്യരുതേ ഞാൻ. അക്രമമുണവിൽ ചെയ്യാതെ കാക്കണമേ നാഥ കൃപയാൽ. നിദ്രയിൽ ഞാൻ പാപം ചെയ്യിൽ നിൻ കൃപ മോചനം അരുളണമേ. എളിമയെഴും നിൻ കുരിശിനെയോ തേകണമടിയനു സുഖനിദ്ര. മായാരൂപ കാഴ്ചകളിൽ പായാതെന്നെ രക്ഷിക്കാം. സ്വച്ഛന്ദം ഉറങ്ങുന്നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി വാനീരാവിൽ കാക്കണമെന്നെ. എന്റെ മശേഷൻ കാപ്പാനേകുക വെളിവിന്ദൂതന നീ. നിന്നെ ഞാൻ ഭക്ഷിച്ചതിനാ ദുർമോഹേ വീഴരുതേ ഞാൻ. ആശ്വാസത്തോടൊരുങ്ങുമെനീ കാവ നിൻ രക്തം കാവൽ. എന്നിൻ സദൃശമതാം സൃഷ്ടി കേകണമേ നീ സ്വാതന്ത്ര്യം. നിൻകൈ വേലേതാമീമേ നിന്റെ വലങ്കൈ മേവണമേ. പരിചയക്കൊപ്പം കാക്കുക നിൻ കരുണ കോട്ട വളഞ്ഞെന്നെ. മെയ് തുരുങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി.
ആകണമേ നാൾ ധൂപം പോൽ എൻ്റെ ഉറക്കം തിരുമുൻപിൽ. നിന്മാതൃ പ്രാർത്ഥനയാലിൻ ശയ്യക്കണയരുതേ ദുഷ്ടൻ. സാത്താൻ എന്നെ കൊല്ലായ്വാൻ തിരുവലി അവനെ വിലക്കണമേ. നിൻ വാക്കിൽ നിവർത്തിക്ക, നിൻ കുരിശിനുയർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നിൻപാൽ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ. നീതി എഴുന്നൊരു രാവുമനി കേൾക്കണമേ നൽ സന്ധ്യതും. വെളിവാ മിശിഹാ രക്ഷകനീ, വെളിവിൽ തന്നെ നിൻവാസം. വെളിവൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. വെളിൽ വസിക്കുന്ന ലകത്തിൽ രക്ഷകനാമീ ശ്വാസോത്രം. ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനുവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. സ്തോത്രം മാലാകൾ ശുശ്രൂഷിച്ചീറേർ വന്നിപ്പവനെ. പ്രാർത്ഥന കേട്ടീറരുടെയും മാലാകളുടെയും നാഥ. തൃത്വത്വവും ഏകത്വവും തൃത്വവുമായി സ്ഥിതി ചെയ്യും പിതൃസുത പരിശുദ്ധാത്മാവാം സത്യകപരനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ, യാചന നൽകിയിടുന്നവനെ. പ്രാർത്ഥന കേട്ട് നിറപ്പായി കൃപയാൽ യാചന നൽകണമേ. ഗുരിയലായിസോൻ ഗുരിയലായിസോൻ ഗുരിയലായിസോൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലിയോസ് ലൈഹികവും ഏകവും വിശുദ്ധവുമായ തിരുസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചു പോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ആമേൻ. ദൈവമേ, നിനക്ക് സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമാകയാൽ നിനക്ക് സ്തോത്രം. പുത്രനായ ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷകനും പരിത്രാതാവുമാകയാൽ നിനക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനും നടത്തുന്നവനുമാകയാൽ നിനക്ക് സ്തോത്രം. പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് നീ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാലും അതിന് മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും നിനക്ക് സ്തോത്രം. ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. നിന്റെ വിശുദ്ധന്മാരുടെ ഉത്തമ മാതൃകൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി സ്തോത്രം. നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്കതായ കൃപ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. ഇന്നേ ദിവസം തൃക്കൽ നിന്ന് പ്രാപിച്ച എല്ലാ സഹായങ്ങൾക്കും വേണ്ടി സ്തോത്രം. ദേവദാസൻ മാറിവാനിമസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ കരുപ്പിടിപ്പിക്കുന്നതിനും വളർത്തി നയിക്കുന്നതിനുമായി വന്യതാതനായ
മാർ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. പാവനചരിതനും പുണ്യശ്ലോകനുമായ ഈ പിതാവിലൂടെ ശാന്തിയും സമാധാനവും സത്യത്തിൻ്റെ പ്രകാശവും അനുഭവിക്കുന്ന മലങ്കര കത്തോലിക്ക സഭ ഇന്ന് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ആ പുണ്യതാതൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായി ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനാ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചവരായ നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ.